ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോ വേറെ ഒന്നുമില്ല. നമ്മൾ ഇതിൻ്റെ മുമ്പ് ഒരു വീഡിയോ ഇട്ടില്ലേനു, പോലീസിൻ്റെ പാർട്ട് 1. അതിൻ്റെ പാർട്ട് 2 ആയിരുന്നു. എല്ലാവരും നല്ല കട്ട വെയിറ്റിംഗ് ആണെന്ന് എനിക്ക് മനസ്സിലായിക്കണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ലാസ്റ്റ് നിങ്ങൾ കണ്ടത് വണ്ടി ആ പോലീസ് എടുത്തുകൊണ്ടുപോകണതാണ്. ഒരു രക്ഷയും വിട്ടെടുക്കില്ല, ഞാൻ വിട്ടെടുക്കില്ല. നേരെ എടുക്കും, പോവും, സ്ഥലം കളിയാക്കും. അത്രയാണ് കേട്ടോ. നമ്മളെ കൂടെ ഉള്ളത് ക്രേസി ബ്രോ ആണ്. ഹായ് ഗായ്സ്, ഞാൻ ക്രേസി ബോയ് ആണ്. ഞാൻ എനിക്ക് വണ്ടി എടുത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് സഹായിക്കാൻ വന്നു. നമുക്ക് നേരെ സ്റ്റേഷനിലേക്കൊന്ന് പോയി വെക്കാം. ശരി, പ്രശ്നമുണ്ട്. വിളിക്കാം പോലീസിന്. ആ SI വണ്ടി അവിടെ നിന്ന് മാറ്റി വെച്ചോന്ന് അറിയില്ലല്ലോ. ഒരു കാര്യം ചെയ്താലോ, എൻ്റെ ഫ്രണ്ട് ഹാക്കർ ഉണ്ട്, ലെസ്റ്റർ. അപ്പോൾ നമുക്ക് ഓനെ വിളിച്ചിട്ട് വണ്ടി ഒന്ന് ട്രാക്ക് ചെയ്യാൻ പറയാം. അപ്പോൾ നമുക്ക് ട്രാക്ക് ചെയ്താലോ വിടാന്നറിയോ നോക്കാമല്ലോ. അപ്പോൾ ഒന്ന് വിളിച്ച് നമ്പർ തരികയാണ്. കുറച്ച് പാടാണ്, നോക്കാം ഗൈസ്. നമ്പർ ലെസ്റ്റർ കോളേജ്. ആ ഗൈസ് കിട്ടി. നമുക്കൊന്ന് വിളിച്ചു നോക്കാം. അപ്പോൾ ഗൈസ് നമുക്ക് വിളിച്ചപ്പോൾ പറഞ്ഞത് ഇവിടെ ഒരു ടണലുണ്ട്, അവിടെ ഒന്ന് പോയി വെക്കാനാണ്. പോലീസ് സ്റ്റേഷനിൽ തന്നെ ഉള്ളിലല്ലാണ്ട് സൈഡിൽ ഉണ്ടാണ്. പക്ഷെ ഞാൻ ഇവിടെ 100 വട്ടം വന്നിട്ടും ഞാൻ കേട്ടിട്ട് ടണലുണ്ട്. ചുറ്റിയൊക്കെ നല്ല ഹെഡ്ലൈറ്റ് ഒക്കെ ഓഫാക്കി ഇവിടെയാണ് ലാസ്റ്റ് കണ്ടത് വണ്ടി. ക്രേസി ബ്രോ, ഞാൻ വിളിച്ചാലൊന്ന് വരണം കേട്ടോ. വരാം. ക്രേസി ബ്രോ, ഞാൻ വിളിക്കുമ്പോൾ വരണം കേട്ടോ. ടണലിപ്പോൾ എങ്ങനെ തപ്പി പിടിക്കുക? കാണു, പക്ഷേ ഞാൻ ഇതിലായിട്ട് ഇവിടെ ഒന്നും കണ്ടില്ലല്ലോ. ഇറങ്ങി ചുറ്റി നോക്കിയിട്ട് പോലും ഒരു ടണൽ പോലും കാണില്ല. ഒന്നും കൂടി ഇത് കൂടെ പോയേക്കാം. ഇതെന്താണ് കേസ് ഇവിടെ? കേസല്ലേ ടണലിൻ്റെ വഴി? ഇതാണോ? പോയോ? ക്രേസി ബ്രോനെ ഒന്ന് വിളിച്ചു നോക്കാം. ക്രേസി ബ്രോ, ഞാൻ ടണൽ കണ്ടടിച്ചിക്കണ്. ഒന്ന് വേഗം പിക്കപ്പ് വണ്ടി എടുത്തു കേട്ടോ. ഞാൻ വരാം. ഓക്കെ, ക്രേസി ബ്രോ വരാമെന്ന് പറഞ്ഞിനി. ഇവനെന്തിരി എപ്പം വരാനാണ്? വേഗം വരണം, വന്നില്ലെങ്കിൽ എനിക്കട്ട് വലിയ പണിയാണ്. SI ഉറങ്ങിട്ടാണ്. അയാളൊക്കെ കണ്ടാൽ പിന്നെ പോയി. പിന്നെ ഇവിടെ വരാന്ന് പറഞ്ഞിട്ട് ഗൈസ് വരുന്നുണ്ട്. വേഗം വാ. അയാൾ കേറ്. നമ്മൾ വണ്ടി കയറിക്കണേ. വേഗം എടുത്തുകൂടി. വണ്ടി ഇതിൻ്റെ ഉള്ളിൽ തന്നെ ആയിരിക്കില്ലേ? ആയിരിക്കും. ഈ വേഗം എടുക്കുന്നത് നോക്കാം. എന്നാൽ ഞാൻ ഇവിടെ തന്നെ കണ്ടില്ല കേട്ടോ ഗൈസ്. വണ്ടി എടുത്താനോ പോയി നോക്കാം. വണ്ടി കേടാക്കി കൂടാ ഏട്ടാ, ഈ സൈഡിലുണ്ടാവോ? ഒന്നുമില്ലല്ലോ ഗൈസ്. അതിൻ്റെ വണ്ടിയല്ലേ ഗൈസ്? കണ്ടുപിടിച്ച്. അത് നമ്മളെ വണ്ടി തന്നെ.
ആണടാ അത് നമ്മൾ വണ്ടി കിട്ടി ഗൈസ്. ഇനി ഞാൻ വിട്ടോളൂ എത്തിയെടുത്ത് ഞാൻ സ്ഥലം കളിയുമ്പോൾ ഞാൻ പോകും ഗൈസ്. ചെറിയൊരു പ്രശ്നമുണ്ട്. ചാവി ചാവി എടുക്കാനായുള്ള സീറ്റ് ക്രേസി ബ്രോ വണ്ടി എടുക്കുക ചാവില്ല. അങ്ങനെ ഒരു കാര്യം ഉണ്ടല്ലേ. പിന്നെ ഇല്ലാണ്ട് ഞാനാണെങ്കിൽ ഇപ്പോഴാണ് അത് ആലോചിക്കുന്നത്. പോയൊക്കെ ഗൈസ് നമുക്ക് ബ്രോഡ് ആരെങ്കിലും വരുന്നുണ്ടോയെന്ന് നോക്കിയാൽ നമുക്ക് വേഗം ചാവി തരാം. ആരില്ല ഒരൊറ്റൊരാൾ ഞാൻ കണ്ടിന്. അയാൾ പ്രസന്റിൽ ആ പോലീസ് ഇവിടെ എനിക്ക് ഓർമ്മയില്ലേ ടേബിൾ എഴുതിയത്. ആ ഗൈസ് ഇവിടെ ഉള്ള ഈ ടേബിളാണ്. അത് ചാവി കിട്ടി ഗൈസ്. ചാവി കിട്ടിക്കണം. ഇനി ആരാ ക്രേസി ബ്രോ കിട്ടിട്ടോ ചാവി കിട്ടി. കിട്ടിയോ? എന്നാ വേഗം വാ വണ്ടി എടുക്കാം. വേഗം ചാവി കിട്ടി. ഇനി അത് എങ്ങനെയെങ്കിലും പറഞ്ഞ് കടത്തി വയ്ക്കണം. കുറച്ചും കൂടി എടുത്തിട്ട് നേരെ ബാക്കോട്ടേക്ക് എടുത്തു. വണ്ടി കിട്ടിയ സന്തോഷത്തിലാണ് ഞാൻ. വണ്ടി തോട്ടത്തിലേക്ക് കേട്ട് ക്രേസി ബ്രോ വണ്ടി എടുത്തോ? ഓക്കെ നേരെ എയർപോർട്ടിലേക്ക് വിട്ടു. എയർപോർട്ടൊക്കെ ഇവിടെ അടുത്തന്നെ. ഇതിപ്പോ പെട്ടെന്ന് വണ്ടി എടുക്ക്. അപ്പൊ അമ്മക്ക് നേരെ എയർപോർട്ടിലേക്ക് പോകും. അവിടെ വണ്ടി കാർഗോ ചെയ്തിട്ട്
ശരി. ഓക്കെ. അപ്പോൾ ഗൈസ് നമ്മളിവിടെ ബോംബെയിൽ എത്തിക്കണ്. ഇവിടെ നേരത്തെ കണ്ട അതേ സ്ഥലത്ത് പോലെ തോന്നുന്നത്. പക്ഷേ ഇത് ഒരേ കമ്പനീൻ്റെ എയർപോർട്ടാണ്. അപ്പോൾ നമുക്ക് ക്രേസി ബ്രോനെ വിളിക്കാൻ ലേറ്റ് ആക്കണ്ട. ക്രേസി ബ്രോ, ഞാൻ അവിടെ എത്തിക്കണേ. ഇതാ എയർപോർട്ടിലുണ്ട്. വേഗം വാപ്പിക്കാൻ. എന്നാൽ ഞാൻ വരാം. ഓക്കെ ബ്രോ, ശരി. അപ്പോൾ വേഗം ചോദിക്കില്ലേ, കാത്തിക്കാം. എന്നാലും പോലീസ് നമ്മളെ തിരഞ്ഞുകൊണ്ടിരിക്കണ്ടാവില്ലേ ഗൈസ്? ക്രേസി ബ്രോ അതെത്തി. അന്ന് എന്നെ ഫോളോ ചെയ്തോ. ഞാൻ എൻ്റെ വീട്ടിൻ്റെ ബാക്കിൽ ഒരു സ്ഥലമാക്കി വെച്ചു. വരാം. അപ്പോൾ ഗൈസ് ഒരു സ്ഥലമാക്കി വെച്ചേക്കണ പറഞ്ഞു ബ്രോ. എന്നാ ബ്രോ വിട്ട് ഞാൻ ബാക്കിൽ വരാം. ഓക്കെ. അപ്പോൾ നമുക്ക് ബ്രോൻ്റെ ബാക്കിൽ പോയിട്ട് കുറേ ദൂരമൊന്നുമില്ല തോന്നണം. ഇവിടുന്ന് കുറച്ച് ഇത്തിരി ഉണ്ടോന്നില്ല. ഇവിടുത്തെ പോലീസ് കേരള പോലീസിന് സിഗ്നലൊന്നും കൊടുക്കില്ലായിരിക്കില്ല. നമ്മളെ വണ്ടി കണ്ടു പറഞ്ഞിട്ട് ഉണ്ടാവില്ല. പിന്നെ നേരെ എൻ്റെ വീട്ടിലൊക്കെ പോകും. എനിക്ക് കുറച്ച് ദൂരം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇന്ന് കുറേ മുമ്പ് പോയ ഓർമ്മ ഉള്ളത്. ഇപ്പോൾ എൻ്റെ വീട് ബോംബെയിലുള്ള. നമുക്ക് നേരെ പോയേക്കാം. എത്താനായി തോന്നുന്നു. ഒരു വില്ല ടൈപ്പ് വീടാണ് ബ്രോൻ്റെ. കുറച്ചും കൂടി പോകാനുണ്ട്. ഇത്രയും കൂടി ഇവിടുന്നാണ് കറക്റ്റ് വഴി അറിയാത്തതുകൊണ്ടാണ് ഞാൻ ബ്രോൻ്റെ ബാക്ക് പോണത്. ഓപ്പോസിറ്റ് ഒരേ മോഡൽ വീട് അങ്ങനത്തെ ഒക്കെ ഇതാണ്. ബ്ലൂ വൈറ്റ് അങ്ങനത്തെ ഒക്കെ ഇതാണ്. നല്ല രസമാണ് ഇവിടെ. ബ്രോൻ്റെ ഇവിടെ ഒരു സർക്കിൾ പോലത്തെ ഒരു സ്ഥലത്താണ്. പിന്നെ എനിക്ക് തോന്നുന്നത് ആ ബ്ലൂ വണ്ടി നിർത്തിയിട്ട സ്ഥലമാണെന്ന്. അങ്ങനത്തെ അതാണല്ലേ, അതന്നെയാണ് കേസ്. നമുക്ക് ഇവിടെ ഒന്ന് കയറ്റി വെക്കുക. ചെറുതായിട്ട് നടി തട്ടിയല്ലോ. പണി വാളില്ല. അടി എപ്പോഴും തട്ടണുണ്ട്. പ്രശ്നമൊന്നും ഉണ്ടാവില്ല ഇതിലായിട്ടും. ആ ബാഗ് കൊണ്ടേ നിർത്തിട്ടോ. ഈ സൈഡിൽ കൂടെ എടുത്താൽ മതി. നോക്കിയെടുത്തേ, അവിടെ തട്ടൊന്നും ചെയ്യണ്ട. ഓക്കെ. നല്ല പണിയാണ്. കിട്ടുമല്ലോ ഒറ്റടിയല്ലോ. അപ്പോൾ ഗൈസ് നമ്മൾ അങ്ങോട്ട് നല്ല കയറ്റിയില്ലേനു. അവിടെ നിർത്തിയിട്ടോ. ഉറക്കം വന്നപ്പോൾ പിന്നെ അവിടെ നിന്നിട്ട് നിർത്തിയിട്ടോ. അവിടെ തന്നെ ഉറങ്ങിയതാണ്. രാവിലായി. നേരെ കൂടെ കൊണ്ട് എടുത്ത് പോവാ. ചെറുതായിട്ടല്ല, നല്ല പണിയുണ്ട് കയറ്റാൻ. തട്ടിയില്ലാതെ പുല്ലുകൂടൊക്കെ വേണം ഗൈസ് എടുക്കാൻ. നല്ല സ്പോട്ടാണ് കേട്ടോ. ബാക്കിൽ ആരും നോക്കുന്നില്ല. ഇവിടെ മതിലായതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. ബാക്കിൽ നല്ല വലിയ മതിലാണ്. പാലാണ് കേട്ടോ ഈ സൈഡിൽ. നമുക്ക് ഇവിടെ നേരെ നിർത്തിയിടാം. ബ്രോ ഇവിടെ നിർത്തിയിട്ടാ പോരെ? അവിടെ തന്നെ നിർത്തിയിട്ടാ മതി. ഓക്കെ. ഇനിയിപ്പോ വേറെ ഇങ്ങനെ നിർത്തിയിട്ടാൽ മതി. അപ്പോൾ ഗൈസ് ഈ വീഡിയോ ഇത്രേ ഉള്ളൂ. അടുത്ത വരലേക്കും ബൈ.